പ്രേമത്തിന്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും കോളേജിലെ പിള്ളേര് സ്റ്റിൽ ഇതാണ്. എന്നാലും 10 വർഷത്തിന് ശേഷം അല്ലേ മുണ്ടും ഷർട്ടും. ആ ഒരു ട്രെൻഡിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇതൊരു ഒരു സിനിമയ്ക്കും പറ്റിയില്ല എന്നുള്ളതാണ്. അത് ഒരു കളർ മുണ്ടായിരുന്നു നമ്മൾ കൊടുത്തേച്ചത്. ഓക്കെ. അങ്ങനെ നോർമലി കോളേജിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം പക്ഷെ അതങ്ങനെ ഹിറ്റാവും. ഇപ്പോഴും നമ്മള് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പ്രേമമുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കിട്ടും. നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് പ്രേമമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതല്ല, ആ ഒരു ഗ്രേ കളേഴ്സ് അങ്ങനത്തെ കളേഴ്സ് ഡൈ ചെയ്ത് വരുന്നത് ഇപ്പോഴും എന്റെ പേര് പ്രേമമുണ്ടെന്ന. നമ്മള് ഇപ്പൊ ചെന്നാലും നമുക്ക് പ്രേമമുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് തരുന്നു. സോൾട്ട് ആൻഡ് പെപ്പറിന്റെ സോങ്ങിന്റെ ടൈമില് ഇതുപോലെ തന്നെ ആഷിക്ക് വിളിച്ചിട്ട് പറഞ്ഞു സോങ് ആണ്, അപ്പൊ എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. എന്ത് വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 3 ലൊക്കേഷൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മളോടുള്ള ഒരു വിശ്വാസമാണല്ലോ അത്. മീൻസ് എന്താണെന്ന് പോലും ചോദിക്കുന്നില്ല, ചെയ്തോളാൻ പറഞ്ഞിട്ട് അവര് പോയി ലൊക്കേഷൻ ഹണ്ടും പരിപാടിയായിട്ട്. ഞാൻ ആ ലൊക്കേഷനിൽ പോയിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് അപ്പൊ ഞാൻ വെച്ചെങ്കിൽ അതിനകത്ത് കുറച്ച് സൽവാറും ബാക്കി ഡ്രസ്സുകൾ, അപ്പൊ എങ്കിൽ സ്കേർട്ട് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. അത് ചെയ്ത് നമ്മുടെ അസിസ്റ്റൻസ് ആയിരുന്നു ലൊക്കേഷനിൽ പോയത്. അപ്പൊ അവിടെ നിന്ന് അവര് ഷൂട്ട് ചെയ്യുമ്പോഴേ വിളിക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പക്ഷെ ഇത്രയും ഹിറ്റാവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ അത്രയും നന്നായിട്ട് അത് വിഷ്വലി ഭയങ്കര രസമായിരുന്നല്ല. ആ സോങ് ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കും.